കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും അഭിസംബോധന ചെയ്തിരുന്നു. 2 ലോക നേതാക്കൾ പങ്കെടുത്ത ഈ ഫെസ്റ്റിന്റെ ഭാഗമായ ഒരു മലയാളി ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തുകയാണ്. ഒലിവിയ ഗ്രാമീൺ ക്രെഡിറ്റ്സ് എംഡിയും ബാങ്കിംഗ് വിദഗ്ധനുമായ കൃഷ്ണകുമാർ KT. സ്വാഗതം. നമസ്തേ ശ്രീ കൃഷ്ണകുമാർ, പുത്തൻപുലരിയിലേക്ക്. നമസ്തേ. തുടക്കത്തിലെ ചോദിക്കട്ടെ, ഡിജിറ്റൽ ഫിൻടെക് ഫെസ്റ്റ് നമ്മുടെ 2025 എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? ഡിജിറ്റൽ ഫിൻടെക് ഫെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു 6ാമത് നടക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഫിൻടെക് ആയിരുന്നു. ഇതിൻ്റെ ലക്ഷ്യം നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അവസാനം ചെന്നെത്തി നിൽക്കുക സാമ്പത്തികമായിട്ടുള്ള ആ ഒരു മേഖല തന്നെയാണ്. അതൊരു ബിസിനസ് എടുത്താലും ഏതായാലും അവസാനം അത് ചെന്നെത്തി നിൽക്കുന്നത് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിലാണ്. അവിടെ ഈ രാജ്യം ഇന്ന് ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദേശം തന്നെ പ്രാവർത്തികമാക്കുന്ന 100% പ്രാവർത്തികവും സക്സസ് ആവുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു ഫിൻടെക് ഫെസ്റ്റ്. അവിടെ പ്രത്യേകിച്ച് 2 ലോക രാജ്യത്തെ പ്രമുഖ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ഫിൻടെക് മേഖലയിൽ, അതല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജർ, ബാങ്കിങ് മേഖലയിൽ, പേയ്മെൻറ്റ് സർവീസിലുള്ളവരുടെ വലിയൊരു എന്താ പറയുക സംഗമം ആണ്. എന്താ പറയുക, ലോക സംഗമം എന്ന് പറയുന്ന രീതിയിലാണ് അവിടെ പങ്കെടുത്തിരുന്നത്. അവിടെ ഉണ്ടായ ഒരു ഗുണം, ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്തരത്തിൽ വലിയൊരു ഗ്ലോബലായിട്ടുള്ള ഒരു ഫെസ്റ്റിൽ, സാമ്പത്തികമായിട്ടുള്ള ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത്. അവിടെ നമ്മളുടെ ഇന്ത്യയിലെ ഈ പേയ്മെൻറ്റ് സർവീസുകൾ, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഡിജിറ്റൽ സർവീസുകൾ ലോകം തന്നെ മാതൃകയാക്കണമെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ആധാർ എനേബിൾഡ് സർവീസ് എന്ന് പറയും, പേയ്മെൻറ്റ് സർവീസ്, AEPS എന്ന് പറയുന്നത്. അത് ലോകം തന്നെ മാതൃകയാക്കുകയാണ്. അപ്പം അവിടെ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു, എത്ര ഫാസ്റ്റായിട്ടാണ് സാമ്പത്തിക സേവനങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. അതുകൂടാതെ നമ്മുടെ UPI പേയ്മെൻറ്റ് എന്നറിയാം. നമുക്കിപ്പോൾ ഒരു കടയിലോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോ പൈസ അയക്കണമെങ്കിൽ വെറുതെ ഒരു ഫോൺ എടുത്തൊന്ന് സ്കാൻ ചെയ്യുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ഫോൺ നമ്പർ അടിക്കുമ്പോൾ ആ വ്യക്തിയുടെ അക്കൗണ്ട് പോയി ഫെച്ച് ചെയ്ത് അദ്ദേഹത്തിന് പൈസ ആയി. അത് 1 രൂപയായാലും വേണ്ടില്ല, 1 ലക്ഷം ആയാലും വേണ്ടില്ല. ഇത് ഇത്രയും ഫാസ്റ്റായിട്ട് നടക്കുന്നതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണല്ലേ, നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്യുന്നു, പേയ്മെൻറ്റ് പോകണം. പക്ഷെ ഇത് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPC, അതുപോലെ തന്നെ UPI സംവിധാനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനം, ഹൈ ടെക്നോളജിയാണ് ഇത്രയും ഫാസ്റ്റായിട്ട് നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ എത്രത്തോളം എഫർട്ട് ഉണ്ടെന്നുള്ളത് ഈ ഒരു പ്രോഗ്രാം കണ്ടാലാണ് മനസ്സിലാവുക. കാരണം അവിടെ ഈ ഗൂഗിൾ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഗൂഗിൾ പേ, GPay എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഈ ഗൂഗിൾ പേ എന്നുള്ള പ്ലാറ്റ്ഫോമും നമ്മളുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേയും നമ്മളൊരാൾ പൈസ അയക്കുന്നതും തമ്മിൽ അറിയാലോ, പണ്ടത്തെ ഒരു സ്ഥിതിയിൽ നമ്മുടെ ഒരു 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഒരു ഫ്രണ്ടിന് നമുക്ക് തരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അയക്കണമെങ്കിൽ കാലത്ത് 10 മണിക്ക് ശേഷം ബാങ്ക് തുറക്കുന്നു, അവിടെ പോകുന്നു, ഈ പൈസയുമായിട്ട് ചെല്ലുന്നു, അവരുടെ അക്കൗണ്ട് നമ്പർ IFSC കോഡ് സഹിതം എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ആ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചെക്കറും മൈക്കറും കൂടി അത് ചെയ്തു വരുമ്പോഴേക്കും വീണ്ടും ഒരു 30 മിനിറ്റ്സ് കഴിയും. അതിന് ശേഷമാണ് അവിടേക്ക് പൈസ ക്രെഡിറ്റ് ആവുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, നമുക്ക് 24 hours ഈ ഒരു കാര്യം നടക്കുന്നു എന്നുള്ളത് ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അത് നടന്നത് ഈ UPI എന്ന തലത്തിലുള്ള ഒരു റവല്യൂഷൻ അത് നടന്നു. ഈ ആധാർ എന്നുള്ള നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി, വോട്ടേഴ്സ് ID നിന്ന് മാറിയിട്ട് ഈ ആധാർ എന്ന് വന്നതിലേക്കുള്ള ഒരു മാറ്റം, ഇത് രണ്ടുമാണ് ഇതിന് ഏറ്റവും വലിയ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ഇന്ത്യയിലെ എല്ലാ സർവീസുകളും, നമുക്കിപ്പോൾ എന്താ പറയുക, എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഡിജി യാത്ര എന്നൊരു സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ഡിജി ലോക്കർ, നമ്മുടെ സർട്ടിഫിക്കറ്റ്സുകളെല്ലാം തന്നെ ഡിജി ലോക്കറിലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇന്നൊരു എയർ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഈ ഡിജി യാത്രയിലും ഇതേപോലെ UPI പേയ്മെൻറ്റ് പോലെയുള്ള ഒരു ആക്യുറസിയും ഡാറ്റ സെക്യൂരിറ്റി ഉള്ള ഒരു സർവീസാണ് ഇവരെല്ലാം അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇന്നിപ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നേരിട്ട് ഫേസാണ് റെക്കഗ്നൈസ് ചെയ്യണത്, ഒരു ID പ്രൂഫോ കാര്യങ്ങളോ വേണ്ട, നേരിട്ട് ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നു, അതിലേക്ക് പോകുന്നു. ഈ ഒരു നമ്മുടെ പുതിയതായിട്ട് ഈ ഫിൻടെക് പ്രോഗ്രാമിൽ ഞാൻ കണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇനി വരാൻ പോകുന്നത്, ഇപ്പം നമ്മളറിയാലോ, ഫോൺ നമ്പർ അടിച്ച് ഒരാൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ പേര് സെർച്ച് ചെയ്തിട്ടും നമ്മുടെ കോൺടാക്ട്സ് വെച്ചിട്ടും അയാൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വാട്സപ്പിൽ നമുക്ക് അങ്ങനെ പേയ്മെൻറ്റ് സർവീസ് വന്നു. പിന്നെ സ്വിഗ്ഗിയിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ
പുതിയതായിട്ടുള്ള കുറേ അറിയാം പേയ്മെൻറ്റ് ബാങ്കുകളുണ്ട്, എയർടെൽ, ജിയോ അങ്ങനെയൊക്കെ. ഇനി വരാൻ പോകുന്നത് ഈ പറഞ്ഞ QR കോഡും അല്ല, മറിച്ച് അയാളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് സർവീസാണ് ഇനി വരാൻ പോകുന്നത്. അതായത് ഒരാൾക്ക് പൈസ അയക്കണമെങ്കിൽ ജസ്റ്റ് അയാളുടെ ഫേസ് മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ അയാളുടെ ഫോട്ടോ ഗാലറിയിൽ നിന്ന് എടുത്താലും നമുക്ക് അത് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൊരു പേയ്മെൻറ്റ് സർവീസ് വരാൻ പോകണം. OTP ഇല്ലാത്ത ഒരു പേയ്മെൻറ്റ് സർവീസ് വരാൻ പോകുന്നു. കാരണം വെച്ചാൽ OTPയിലും ചില സമയം അറിയാലോ, OTP ചില സമയത്ത് എത്താൻ ലേറ്റ് ആവും. അപ്പോൾ ആ പേയ്മെന്റ് ചിലപ്പോൾ ഡിലേ ആയി പോകും. അതെല്ലാം മാറാൻ പോവാണ്. അതായത് ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ഭാരതത്തിന്റെ ഈ ഡിജിറ്റൽ രംഗത്തെ വൻ മുന്നേറ്റങ്ങൾ പ്രധാനമന്ത്രി വിശദീകരിക്കുകയും ചെയ്തത്. ശ്രീ കൃഷ്ണകുമാർ, എന്തുവന്നാലും നമ്മളുടെ ഈ ഡിജിറ്റൽ ശാക്തീകരണവും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഉൾച്ചേർക്കലും ഒക്കെ നമ്മുടെ സാമ്പത്തിക രംഗത്ത് എത്രത്തോളം അത് ശക്തി നൽകുന്നതാകും, അതിന്റെ ഭാഗമായി ചേരുന്നതോടുകൂടി കൂടുതൽ കരുത്താർജിക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും? ഇതിലേറ്റവും പ്രധാനം ഇതിൽ ട്രാൻസ്പാരൻസിയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഏകദേശം 100% സാമ്പത്തികമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വളരെ കുറച്ച് ശതമാനം സാമ്പത്തിക കാര്യങ്ങൾ മാത്രമാണ് രേഖാമൂലം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത്. ഇന്നത് മാറി. ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് സർവീസ് വന്നതോടുകൂടി എല്ലാവരും ഇത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. നമുക്കറിയാം, റോഡ് സൈഡിലെ ഒരു കച്ചവടക്കാരൻ, ഒരു ഇളനീര് കച്ചവടക്കാരൻ അല്ലെങ്കിൽ മീൻ കച്ചവടക്കാരൻ, ചെറിയ പെട്ടിക്കട പോലുള്ള സ്ഥാപനങ്ങൾ, അതൊക്കെ ഇപ്പോൾ QR കോഡ് പേയ്മെൻ്റ് ആണ്. അപ്പം എല്ലാ പണങ്ങളും ഇപ്പോൾ പോകുന്നതും വരുന്നതും എല്ലാം ഹൈലി ട്രാൻസ്പാരൻ്റ് ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരാൾ 50,000 രൂപ ക്യാഷ് തന്നു. ഈ ക്യാഷ് തന്നാൽ ഇതിൽ കീറിയ നോട്ടുണ്ടാവാം, ഒട്ടിച്ച നോട്ടുണ്ടാവാം, കള്ളനോട്ട് വരെ ഉണ്ടാവാം. പക്ഷേ ഈ പേയ്മെൻറ്റ് വരുന്നതോടുകൂടി അത്തരത്തിൽ യാതൊരു വക ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അതായത് അത്രത്തോളം രാജ്യം ട്രാൻസ്പാരൻ്റ് ആവുകയാണ്, സുതാര്യമാവുകയാണ്. ആ സുതാര്യമാകുന്നതിലൂടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തുള്ള എല്ലാ സാമ്പത്തിക കാര്യങ്ങളും ഒരേ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ സോഴ്സുകൾ കൃത്യമായിട്ട് അറിയപ്പെടുന്നു. കള്ളപ്പണങ്ങൾ ഒരിക്കലും ആർക്കും സൂക്ഷിക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൃത്യമായ നികുതി സർക്കാരിലേക്ക് വരുന്നു. അപ്പം അതുകൊണ്ടൊരു നേട്ടം എന്ന് പറയുന്നത് ഇപ്പം തന്നെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളുടെ സ്ലാബ് മുന്നേ ഉണ്ടായിരുന്ന ടാക്സിൻ്റെ നികുതി ആ സ്ലാബ് 2.5 ലക്ഷത്തിൽ നിന്ന് അത് കൂടി ഇപ്പോൾ 12 ലക്ഷം വരെ നമുക്ക് നികുതി വേണ്ട എന്ന ലെവലിലേക്ക് ഉയർന്നു. അതെന്താ കാരണം വെച്ചാൽ അത്രത്തോളം ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് വന്നപ്പോൾ ടാക്സും കാര്യങ്ങളൊക്കെ രാജ്യത്തേക്ക് വരാൻ തുടങ്ങി. ഇനിയും ഇത് ഡിജിറ്റൽ സംവിധാനം കൂടുന്തോറും ഇനിയും ജനങ്ങളുടെ കറക്റ്റായിട്ടുള്ള നികുതി, സത്യസന്ധമായ നികുതി സർക്കാരിലേക്കും ആർക്കും ഇനി ഈ പറഞ്ഞ കള്ളപ്പണം എന്നോ അല്ലെങ്കിൽ ടാക്സ് വെട്ടിപ്പ് എന്നുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എല്ലാം കൃത്യമായിട്ട് അറിയുന്ന രീതിയിലേക്ക്. അപ്പോൾ രാജ്യം അത് വളരെ രീതിയിൽ ഉയർന്നു വരും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാജ്യത്തെ ആനുകൂല്യങ്ങൾ, സബ്സിഡികൾ, വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടുന്ന പല സ്കീമുകൾ, ഇതെല്ലാം പലപ്പോഴും പല ഇടനിലക്കാർ വഴി ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് പല ആനുകൂല്യങ്ങളും. ഇന്ന് നോക്കിയാൽ തന്നെ അറിയാം, നമുക്ക് ചില സ്കീമുകൾ വരുന്ന സമയത്ത് ഏതെങ്കിലും ആ സ്കീമിൻ്റെ ബന്ധപ്പെട്ട ചില ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് പദ്ധതികൾ കൊടുക്കുന്നു അങ്ങനെ. പക്ഷേ ഈ ഒരു ഡിജിറ്റൽ സംവിധാനം വരുന്നതോടുകൂടി ആർക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നമുക്കറിയാം, കോടിക്കണക്കിന് കർഷകർക്കാണ് കഴിഞ്ഞ പ്രധാനമന്ത്രിയുടെ സ്കീമിൽ 6,000 രൂപ വെച്ചിട്ട് ഡയറക്റ്റ് പേയ്മെൻ്റാണ്, ഒറ്റ ക്ലിക്കിലാണ് ഈ പേയ്മെൻറ്റ് എല്ലാവരിലേക്ക് എത്തുന്നത്. പണ്ടൊക്കെ അറിയാലോ, ഒരു 500 രൂപ പോലും സർക്കാരിന് ഗ്രാമപ്രദേശങ്ങളിൽ എത്തിക്കണമെങ്കിൽ എത്ര ചാലകങ്ങളിലൂടെ അത് കടന്നു പോകണമായിരുന്നു. ഇന്നത് മാറി. അപ്പം സാധാരണക്കാരന് സേവനങ്ങൾ ഫാസ്റ്റായിട്ട് ലഭിക്കുന്നു. മറ്റൊരു കാര്യം, വളരെ സുതാര്യമായ സാമ്പത്തിക മേഖല തുറന്നു കിട്ടുന്നു. കൃത്യമായ നികുതി സർക്കാരിലേക്ക് വരുന്നു. അത്രത്തോളം നികുതി പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ രാജ്യത്ത് പുതിയ ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവരാൻ കഴിയും. അപ്പം അതൊന്ന്. പിന്നെ ഈ പേയ്മെൻറ്റുകൾ ഫാസ്റ്റാക്കുന്നു, അതായത് ഈസി ആക്കുന്നു പല കാര്യങ്ങളും. നമുക്കറിയാം, ഒരു ചലാൻ അടയ്ക്കണമെങ്കിൽ, ഒരു ഫീസ്, ഗവൺമെൻറ് ഫീസ് അടയ്ക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് സമയം എന്ന് പറയുന്നത് ഏറ്റവും മിനിമം മതി, നമുക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു ഘടകം കൂടിയാണ്, ഈ രാജ്യത്തെ വലിയൊരു ശതമാനം പൈസ വിദേശത്തേക്ക് പോയിരുന്നു. അതാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ ക്രെഡിറ്റ് കാർഡുകളെല്ലാം ഉണ്ടായിരുന്നത് വിസ കാർഡ്, മാസ്റ്റർ കാർഡ് പോലുള്ള വിദേശ കമ്പനികൾ. ഇവരുടെ നമുക്കറിയാം, കുറച്ച് കാലം മുമ്പൊക്കെ നമ്മൾ കാർഡാണോ പേയ്മെൻറ്റെങ്കിൽ അവർ പറയും ഒരു എക്സ്ട്രാ പൈസ ആണെന്ന് പറയും. അതായത് 3% വരെ, ചിലത് 1%, ചിലത് 2%, ഇങ്ങനത്തെ ശതമാനം പൈസ ടോട്ടൽ ട്രാൻസാക്ഷൻ്റെ വിദേശത്തുള്ള ഈ കമ്പനികൾക്ക് പോയിക്കൊണ്ടിരുന്നു. ഇന്ന് നമ്മൾ ഇന്ത്യ റൂപേ എന്നൊരു കാർഡിന് രൂപം നൽകി. റൂപേ കാർഡ് ഇൻ്റർനാഷണലി ഉപയോഗിക്കുന്ന ഒരു കാർഡായി മാറി. മാത്രമല്ല, നമുക്കറിയാം, ഓൺലൈൻ പേയ്മെൻറ്റൊക്കെ നടത്തുമ്പോൾ ആദ്യം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഇപ്പോൾ അത് മാറി, നമ്മുടെ QR കോഡ് പറ്റും, അതുപോലെ തന്നെ UPI പേയ്മെൻറ്റുകൾ പറ്റും.
അപ്പോൾ ഈ പൈസകളൊന്നും പോവാതെ ഇന്ത്യയിൽ തന്നെ ഗുണകരമായ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനും കഴിയുന്നു, ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നു. അതുപോലെ ഈ കാർഡ് പേയ്മെൻറ്റുകൾ മാറി ഇന്ത്യയുടെ കാർഡിന് 30ഓളം രാജ്യങ്ങളിൽ ഇപ്പോൾ ആക്സെപ്റ്റൻസായി, ഇൻ്റർനാഷണലി ഉപയോഗിക്കുന്ന ഒരു കാർഡായി മാറി. ഭീം എന്നുള്ള ഒരു ആപ്പ് നമ്മുടെ ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അതുപോലെ ഒട്ടനവധി, അതായത് ഇപ്പം നമുക്ക് കാണാവുന്ന പേയ്മെൻറ്റ് സർവീസുകളെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ആ ഒരു ഗുണം ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ ഈ ഫിൻടെക്കിൽ കണ്ടൊരു വലിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരൻ, ഒരു റെസ്റ്റോറൻറ്റുകാരനൊക്കെ നമുക്കറിയാം, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു QR കോഡ് വെച്ചിട്ടുണ്ടാവും, പേയ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ പുതിയൊരു ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 2 സൈഡ് ഈ ഒരു സിസ്റ്റത്തിനുണ്ട്. അതായത് ഒരു സൈഡിൽ കസ്റ്റമർ, ഒരു സൈഡിലും ഈ റെസ്റ്റോറൻറ്റ് ഓണർ അല്ലെങ്കിൽ കടയുടെ ഓണർ. ഈ വരുന്ന ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ഫേസ് അടക്കം റെക്കഗ്നൈസ് ചെയ്തിട്ട് പേയ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റുന്ന രീതി. അതുകൂടാതെ ഇയാൾക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു അനാലിസിസ്, ഇന്ന് ഏറ്റവും കൂടുതൽ സെയിൽ ഏതാണ് നടന്നത് ചോദിക്കാം. അത് വോയിസിലാണ് സംഭവിക്കുന്നത്. അതായത് വെറുതെ മലയാളത്തിൽ ചോദിക്കാം, ഹിന്ദിയിൽ ചോദിക്കാം, ഏത് ഭാഷയിൽ ചോദിച്ചാലും അത് റെക്കഗ്നൈസ് ചെയ്യും. ഇന്നത്തെ എൻ്റെ ഏറ്റവും നല്ല കസ്റ്റമർ ആരായിരുന്നു ചോദിച്ചാൽ അപ്പം തന്നെ ആൻസറാണ്. ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ആവറേജ് ബില്ല് എത്രയാണ്, അപ്പം തന്നെ അതിൻ്റെ അഡ്വൈസ് തിരിച്ചു വരുന്നു. പിന്നെ തിരിച്ച് ചോദിക്കുകയാണ്, എൻ്റെ വല്ല സ്റ്റോക്ക് സെയിൽ ആവാത്തതുണ്ടോ. ഇതെല്ലാം ഈ ഒരു പേയ്മെൻറ്റ് സർവീസ്, ആ QR കോഡ് എനേബിൾ ചെയ്തിട്ടുള്ളിടത്താണ് ഇതെല്ലാം നടക്കുന്നത്. ഇതിന് പറയുന്നത് API ഇൻ്റഗ്രേഷൻ എന്നാണ് പറയുക. അതായത് 2-3 സിസ്റ്റംസ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന സാങ്കേതികവിദ്യ. അത് വന്നതോടെയാണ് ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് മുഴുവൻ ഉണ്ടായത്. അതായത് ഇപ്പോൾ വാട്സപ്പ് വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണതൊക്കെ ഉണ്ടല്ലോ ചില ബിസിനസ്, അതൊക്കെ ഇതിലേക്ക് ഇപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പുതിയ ഒരുപാട് സേവനങ്ങളാണ് നടന്നത്. അതുകൊണ്ട് ഇതിൽ പങ്കെടുത്തത് മെറ്റ, അതുപോലെ തന്നെ ഗൂഗിൾ, പിന്നെ ലോകത്തുള്ള ടോപ്പ് ബാങ്കേഴ്സ്, ഇന്ത്യയിലെ തന്നെ ഫൈനാൻഷ്യൽത്തിലെ ടോപ്പ് കമ്പനികൾ, ഇവരെല്ലാം കൂടി ചേർന്നൊരു ഗ്ലോബൽ ഇൻ്റഗ്രേഷൻ തന്നെയാണ് നടന്നിരിക്കുന്നത്. പിന്നെ UK പ്രൈം മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഇന്ത്യയും അതുപോലെ തന്നെ UK-യുമായിട്ടുള്ള സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു തയ്യാറാവുകയും അതിൽ പറഞ്ഞ ഒരു വാക്കെന്ന് വെച്ചാൽ സുരക്ഷിതമായ ട്രാൻസാക്ഷൻ, അതായത് ഡാറ്റ സെക്യൂരിറ്റി കൂടി ഉറപ്പ് നൽകിയിട്ടാണ് അവിടുത്തെ പ്രധാനമന്ത്രി നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ സേവനങ്ങൾ മുഴുവൻ ജനങ്ങൾക്കുള്ളതാണെന്നുള്ളത്, അല്ലാണ്ട് ജനങ്ങളെ നിയന്ത്രിക്കാനല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത്. ആരെയും നിയന്ത്രിക്കാനോ അവരെ മോണിറ്റർ ചെയ്യുന്നതിന് പകരം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ്. അതാണ് രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് പോകുന്നത് എന്ന ഒരു വലിയ സന്ദേശം തന്നെയായിരുന്നു ആ പരിപാടിയിൽ നമുക്ക് എല്ലാവർക്കും കിട്ടിയത്. അതെ, തീർച്ചയായും ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ അങ്ങേയറ്റം സുതാര്യവും അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് ഡിജിറ്റൽ രംഗത്ത് ഒരു കുതിച്ചുചാട്ടവും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ, താങ്കൾ ഇതിന്റെ ഭാഗമായപ്പോൾ ധാരാളം പ്രദർശനങ്ങളും ഡെമോൺസ്ട്രേഷനുകളും ഒക്കെ കണ്ടതാണ് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം കേരളത്തിനൊക്കെ എത്രത്തോളം ഗുണകരമാകുന്ന രീതിയിലേക്കാണ് ഈ ഒരു മുന്നേറ്റം ഇനി പോകുന്നത്? എന്തെല്ലാം സാധ്യതകളാണ് ഈ ഒരു മുന്നേറ്റത്തിലൂടെ ഇനി തുറന്നു കിടക്കുന്നത്? വലിയൊരു സാധ്യത എന്ന് പറഞ്ഞാൽ എന്നും നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സാധാരണക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാരന് വലുതാവാൻ കഴിയുന്നില്ല, സാധാരണക്കാരന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊക്കെ എപ്പോഴും നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന കാര്യം. പക്ഷേ ഈ ഒരു സംവിധാനം വന്നുകൊണ്ട് ഈ പ്രദർശനത്തിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വളരെയധികം ഗുണങ്ങളാണ് ഇതിലുണ്ടാകുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു ചെറിയ കച്ചവടം, ഒരു നിലക്കടല വിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ റോഡ് സൈഡിലെ മത്സ്യം വിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വളരെ ചെറിയ ഷോപ്പുകൾ, അതല്ലെങ്കിൽ അതിൻ്റെ മിഡിൽ ക്ലാസ് ഷോപ്പുണ്ട്, പിന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഷോപ്പുണ്ട്, പിന്നെയാണ് ഷോപ്പിംഗ് മാളുകളുള്ളത്. ആ ഷോപ്പിംഗ് മാളും അതിൻ്റെ ഇടനില തൊട്ട് താഴെയുള്ള ആളുകൾക്കൊക്കെ ബിസിനസ് ലോണുകളൊക്കെ ബാങ്കിൽ നിന്ന് കിട്ടും. കാരണം അവർ വലിയ GST പോലെ ടാക്സുകൾ അടയ്ക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരാണ്. ഇവർക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ ബേസിൽ അവർക്കൊക്കെ ലോണുകൾ കിട്ടാനും അവരുടെ സംരംഭങ്ങൾ വലുതാക്കി കൊണ്ടുവരാനും സാധിക്കും. പക്ഷേ ഈ വളരെ സാധാരണക്കാരായിട്ടുള്ള ബിസിനസ്സുകാർക്ക് അവരുടെ സംരംഭം വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് ലോൺ കിട്ടാനുള്ള സാധ്യതകൾ കുറവായിരുന്നു. കാരണം അവരുടെ പേയ്മെൻ്റ് എല്ലാം ക്യാഷ് വഴിയായിരുന്നു. ഇപ്പോൾ ഒരാൾ മത്സ്യം വാങ്ങുന്നു, അപ്പോൾ ഒരാൾ ക്യാഷ് കൊടുക്കുന്നു, തിരിച്ചും ക്യാഷ് കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് എവിടെയും ഒരു ബാങ്കിൽ റെക്കോർഡിക്കൽ ട്രാൻസാക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ലോൺ ലഭിക്കാറില്ല, അവരുടെ വ്യവസായത്തെ കൂട്ടിക്കൊണ്ടുവരാനോ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനോ സാധിക്കാറില്ല. പക്ഷേ ഇപ്പോഴുള്ള ഈ ഒരു UPI പേയ്മെൻറ്റ് സിസ്റ്റം, അതായത് ഇപ്പോൾ ആമസോൺ പേ ഉണ്ട്, Paytm ഉണ്ട്,
അതുപോലെ തന്നെ ഗൂഗിൾ പേ ഉണ്ട്. ഈ QR കോഡുകളെല്ലാം ഈ ഷോപ്പുകളുടെ മുന്നിലുള്ളതുകൊണ്ട് ഇത് ഫുൾ ട്രാക്ക്ഡ് ആണ്. അതായത് സിബിൽ പോലുള്ള ഇക്വിഫാക്സ് അതുപോലെ തന്നെ സിബിൽ പോലുള്ള ക്രെഡിറ്റ് ബ്യൂറോസിന് നേരിട്ട് തന്നെ ഇവരുടെ ട്രാൻസാക്ഷൻ മോണിറ്റർ ചെയ്യാൻ, അതായത് എത്രത്തോളം ട്രാൻസാക്ഷൻ നടക്കുമെന്ന് അറിയാം. അതുമൂലം ഇവർക്ക് ലോൺ പ്രീ അപ്രൂവ്ഡ് ലോണുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ മൊബൈലിൽ കാണുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവർക്കിനി വേറൊരു ബാങ്കിൻ്റെ പോയിട്ട് ക്യൂ നിൽക്കണ്ട, അപേക്ഷിച്ച് സമയം കളയണ്ട, ബാങ്കുകൾ കയറി ഇറങ്ങി നിരാശരാവേണ്ട കാര്യമില്ല. അവരുടെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ അനുസരിച്ചിട്ടുള്ള അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള 3-4-5 ഓപ്ഷൻസാണ്. ഇൻട്രസ്റ്റ് കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്, ഫാസ്റ്റായിട്ടുണ്ട്, പല ഓപ്ഷൻസ് അവരുടെ മുന്നിൽ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് അവരുടെ ഈ UPI പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ വന്ന് കിടക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്കിൽ ആ ലോൺ അവൈൽ ചെയ്യാം. തിരിച്ച് റീപേയ്മെൻറ്റ് ചെയ്യാനും ബാങ്കിൽ പോവുകയോ ഒന്നും വേണ്ട, എല്ലാം ഡിജിറ്റലിയാണ് നടക്കുന്നത്. അപ്പോൾ അതൊരു ചെറുകിട വ്യവസായ ആളുകൾക്ക് വലിയൊരു ഗുണം ചെയ്യുന്നു. മാത്രമല്ല സാധാരണ നമ്മളെപ്പോലത്തെ ഒരു സാലറിയുടെ ആൾക്കും ചില പേഴ്സണൽ ലോണിൻ്റെ ആവശ്യം വരുമ്പോഴും ബാങ്കിനെ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ഈ UPI പേയ്മെൻറ്റ് പോലുള്ള സംവിധാനത്തിൽ പ്രീ അപ്രൂവ്ഡ് ലോണുകളെല്ലാം ഇപ്പോൾ നിലവിൽ വളരെ വ്യാപകമായിട്ട് തുടങ്ങി, അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. മാത്രമല്ല അതിൽ ചില അവയർനെസ്സുകളും ഈ ഡിജിറ്റൽ പേയ്മെൻറ്റിലൂടെ അവർ കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് ഈ പൈസ കൃത്യമായിട്ട് അടയ്ക്കേണ്ടത്, റിമൈൻഡറുകൾ അധികം അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു ഹൗസിംഗ് ലോൺ എടുക്കും, എന്നിട്ട് അത് ജപ്തിയാവുന്നു, പിന്നെ അവർ കരയുന്നു, ആത്മഹത്യ ചെയ്യുന്നു, ഒരുപാട് പ്രശ്നം. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവരെ കൃത്യമായിട്ട് റിമൈൻഡ് ചെയ്യിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ എപ്പോഴാണ് ഈ പൈസ വന്നാൽ ഓട്ടോമാറ്റിക് ഉണ്ടാവില്ല, അത് ബാങ്കിൽ പോയി അടയ്ക്കണം. ഇപ്പോൾ അതല്ല, നമ്മളെ ഇപ്പം എന്നാണോ ലോൺ അടയ്ക്കേണ്ടത് ഡിജിറ്റൽ സംവിധാനത്തിൽ നമുക്കൊരു 10 days മുമ്പ് തന്നെ ഒരു റിമൈൻഡർ വരും, ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് വരാൻ പോകുന്നുണ്ട്. 5 daysന് വീണ്ടും വരും. നെക്സ്റ്റ് തലേ ദിവസം കൂടെ ഒന്നും കൂടെ അവർ റിമൈൻഡ് ചെയ്യിക്കുക. അപ്പം ആ വ്യക്തിക്ക് തിരിച്ചടയ്ക്കാനുള്ളൊരു മാനസികാവസ്ഥയും അല്ലെങ്കിൽ അതിനൊരു ഓർമ്മപ്പെടുത്തലും ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെ ഈ ഒരു സംവിധാനത്തിലുള്ള വലിയ മേന്മകളാണ്. അതെ അതെ, തീർച്ചയായും. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് അങ്ങേറ്റം നന്ദി ശ്രീ കൃഷ്ണകുമാർ. താങ്ക് യു. നമ്മളോടൊപ്പം അതിഥിയായി ചേർന്നത് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചതും ശ്രീ കൃഷ്ണകുമാറാണ്. അദ്ദേഹം ഫിൻടെക് ഫെസ്റ്റിന്റെ ഭാഗമായിരുന്നു എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന വിശേഷങ്ങളും അതിൻ്റെ സാധ്യതകളുമാണ് പുത്തൻ പുലരിയിലൂടെ ജനം TV പ്രേക്ഷകർക്കായി അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹം ഒലിവിയ ഗ്രാമീൺ ക്രെഡിറ്റ്സ് MDയും ബാങ്കിംഗ് വിദഗ്ധനും ആണ്.